എത്ര പെട്ടെന്നല്ലേ ഓരോ വർഷവും കടന്നു പോകുന്നേ. അങ്ങനെ 2025 ക്രിസ്മസും എത്തി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ തന്നെ പ്ലം കേക്ക് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ ഷുഗർ കാരമൽ ചെയ്യുക പോലും വേണ്ട, ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട. അല്ലാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് പ്ലം കേക്ക് ചേർക്കാനായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ എടുക്കാം. ഇത് ഓരോന്നും ഞാൻ 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗോൾഡ് റേസിൻസ്, ബ്ലാക്ക് റേസിൻസ്, പിന്നെ കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയും, പിന്നെ ഒരു 2-3 അത്തിപ്പഴം ഉണങ്ങിയത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് ഒരു 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും 1/2 കപ്പ് ബ്രൗൺ ഷുഗറും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പം മിക്കവർക്കുള്ളൊരു പരാതിയാണ് നമ്മൾ കാരമൽ ചെയ്യുമ്പോൾ റെഡി ആവുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോപ്പ് ചെയ്ത കുറച്ച് കാഷ്യൂനട്ടും ബദാമും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും പിന്നെ ഓരോ നുള്ളു വീതം ഗ്രാമ്പൂ പൊടിച്ചതും ജാതിക്ക പൊടിച്ചതും ചേർക്കാം. കേക്കിനുള്ള മസാലക്കൂട്ട് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 60 ml റമ്മ് ചേർത്ത് കൊടുക്കാം. ഈ റമ്മിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസോ ആപ്പിൾ ജ്യൂസോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ റമ്മും വൈനൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നമ്മൾ ബോയിൽ ചെയ്തെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് മതി. ഇപ്പോൾ നോക്കി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് നല്ലപോലെ ഒരു ഗ്ലോസി ടെക്സ്ചർ വന്നിട്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. കുറച്ച് ഓയിലൊക്കെ തടവി കൊടുത്ത് ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് ഞാനിവിടെ കേക്ക് ടിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ഇപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് മിക്സ് ഉണ്ടല്ലോ, നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് മിക്സ് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വേറെ പഞ്ചസാരയോ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് മിക്സ് ചേർക്കാം. നമ്മൾ വാനിലയും എഗ്ഗും കൂടെ ബീറ്റ് ചെയ്തില്ലേ, അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ എൻ്റെ വീഡിയോ അതിൽ നിന്ന് മിസ്സായിപ്പോയി. നമുക്കിതിലേക്ക് ഇനി മൈദ ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം കേട്ടോ. 1 കപ്പ് മൈദ എടുത്തതിൽ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെറ്റ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ടോട്ടൽ 1 കപ്പ് മൈദ എടുത്തതിൽ ഞാൻ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് മൈദയ്ക്ക് പകരം 2 ടേബിൾ സ്പൂൺ ബദാം പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ബദാം പൗഡർ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഫുള്ള് 1 കപ്പ് മൈദ തന്നെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ചേർത്തതിന് ശേഷം ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോക്കിയാൽ കാരമൽ ചേർക്കാതെ തന്നെ നമ്മുടെ കേക്ക് ബട്ടറിന് അത്യാവശ്യം നല്ലൊരു കളർ വന്നിട്ടില്ലേ. അപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഇത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാനായിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റൗ ടോപ്പിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഒരു അലുമിനിയം പോട്ട് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. കുറച്ച് കാഷ്യൂ ഉപയോഗിച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കേക്ക് ബേക്കായി കിട്ടിയായിരുന്നു. കേക്ക് ശരിക്കും ബേക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അത് ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് നല്ലതുപോലെ ബേക്കായിട്ടുണ്ട്. ടൂത്ത് പിക്കിൽ പറ്റി പിടിച്ചൊക്കെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് നേരം കൂടെ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് റെഡിയായേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ.